മലയാളത്തിൽ ഇനി പുറത്തു വരാനുള്ള രണ്ടാം ഭാഗ ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ചിത്രം എമ്പുരാൻ. 2019 പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ അവസാനം രണ്ടാം ഭാഗത്തിലേക്കുള്ള ഒരു ലീഡ് തന്നാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഷെഡ്യൂളുകൾ കൂടിയേ ബാക്കിയുള്ളൂ. വലിയ താരനിരയിൽ ഒരുങ്ങുന്ന ചിത്രം 2025 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും വിദേശ രാജ്യങ്ങളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. പ്രേമലു 2. ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ നസീൻ, മമിത ബൈജു, സംഗീത് പ്രതാപ്, ശ്യാമോഹൻ, അഖില ഭാർഗവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ റോം-കോം എന്റർടൈൻമെന്റ് ചിത്രമായിരുന്നു പ്രേമലു. വലിയ വിജയം സ്വന്തമാക്കിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 135 കോടി രൂപയോളം കളക്ട് ചെയ്തിരുന്നു. ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷനിൽ വെച്ച് പ്രേമലുവിന്റെ നിർമ്മാതാക്കളായ ഭാവന സ്റ്റുഡിയോസും ഗിരീഷ് ഏടിയും ചേർന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരുന്നു. പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട്. ചിത്രം 2025 തിയേറ്ററുകളിലെത്തും. ആക്ഷൻ ഹീറോ ബിജു 2. 2016 എബ്രിഡ് ഷൈൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗം ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. SI ബിജു പൗലോസായി നിവിൻ വീണ്ടും എത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് 2025 പ്രതീക്ഷിക്കാം. CID മൂസ 2. ഉദയകൃഷ്ണ, സിബിക്ക തോമസ് ടീമിന്റെ തിരക്കഥയിൽ ജോണി ആന്റണി ഡയറക്ട് ചെയ്ത ദിലീപിന്റെ എവർഗ്രീൻ കോമഡി ചിത്രമായിരുന്നു CID മൂസ. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഒരുപാട് തവണ വാർത്തകൾ വന്നതാണ്. എന്തായാലും CID മൂസ 2 വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് ജോണി ആന്റണി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ കാസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിവായിട്ടില്ല. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ വർഷം ചിത്രം റിലീസിനുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബിലാൽ. മമ്മൂട്ടി അമൽ നീരദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കൾട്ട് ക്ലാസിക് ചിത്രമായിരുന്നു ബിഗ് ബി. ബിലാലിക്കായി മമ്മൂക്ക എത്തിയ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ സ്റ്റൈലിഷ് ആക്ഷൻ എന്റർടൈനർ കൂടിയാണ്. ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നെങ്കിലും പിന്നീട് കൾട്ട് ക്ലാസിക് പദവി ലഭിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നതാണ്. പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ കാരണം പ്രോജക്റ്റ് നടന്നില്ല എന്നും കേട്ടിരുന്നു. എന്തായാലും ബിലാൽ ഉടനെ ഉണ്ടാകും എന്ന കാര്യം സംവിധായകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ അത് സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂക്ക ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ബിലാൽ. തിര 2. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ധ്യാൻ, ശോഭന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കി ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു തിര. സിനിമ പ്രഖ്യാപനത്തിൽ തന്നെ 3 പാർട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യ ഭാഗം വലിയ വിജയം നേടാത്തതിനെ തുടർന്ന് രണ്ടാം ഭാഗത്തെക്കുറിച്ച് വിനീത് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തിര 2വിനെ കുറിച്ച് ധ്യാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ്. ദ ക്യൂവിന് നൽകിയ ഇന്റർവ്യൂവിൽ അത് ധ്യാൻ പറയുകയും ചെയ്തിരുന്നു. വൈകാതെ തന്നെ ധ്യാന്റെ ഡയറക്ഷനിൽ തിര 2 എന്ന സിനിമ റിലീസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിന്നൽ മുരളി 2. ബേസിലിന്റെ ഡയറക്ഷനിൽ ടൊവിനോ സൂപ്പർ ഹീറോയായി എത്തിയ മിന്നൽ മുരളി പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ഉണ്ടാക്കിയ ചിത്രമായിരുന്നു. ഡയറക്റ്റ് OTT റിലീസായാണ് ചിത്രം എത്തിയത്. അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് അന്ന് പ്രേക്ഷകർക്ക് മിസ്സായിരുന്നു. മിന്നൽ മുരളി 2 ആലോചനയിലുണ്ടെന്നും അതിൻ്റെ വർക്കുകൾ നടക്കുകയാണെന്നും ബേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്ന് മിസ്സായ തിയേറ്റർ എക്സ്പീരിയൻസ് മിന്നൽ മുരളി 2വിലൂടെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി വലിയ സ്കെയിലായിരിക്കും ചിത്രം ഒരുങ്ങുക. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് 2. അഭിനവ് സുന്ദർ നായിക്കിന്റെ ഡയറക്ഷനിൽ വിനീത് ശ്രീനിവാസൻ നായകനായെത്തിയ ഡാർക്ക് കോമഡി ചിത്രമായിരുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്. മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. തിയേറ്ററിൽ വിജയമായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അന്ന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 തീർച്ചയായും മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് 2 പ്രതീക്ഷിക്കാം. ജനഗണമന 2. പൃഥ്വിരാജ്, സൂരജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ കോർട്ട് റൂം ത്രില്ലർ ചിത്രമായിരുന്നു ഡിജോ ജോസ് ആന്റണിയുടെ ജനഗണമന. വലിയ വിജയമായ ചിത്രത്തിന്റെ അവസാനം സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡും കൊടുത്തിരുന്നു. രണ്ടാം ഭാഗം ഉടൻ തന്നെ വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഡിജോയോട് ഇക്കാര്യം ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ജനഗണമന 2വിനെ കുറിച്ച് കുറച്ച് ശ്രദ്ധിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ചിത്രമാണെന്നും നല്ല തിരക്കഥ റെഡിയായാൽ ഉടനെ തന്നെ സിനിമയുടെ വർക്കുകളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്തായാലും 2025 26 ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം. അടി കപ്പ്യാരെ കൂട്ടമണി 2. ധ്യാൻ, അജു, നീരജ് മാധവ്, മുകേഷ്, നമിത പ്രമോദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി ജോൺ വർഗീസ് ഡയറക്ട് ചെയ്ത കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു അടി കപ്പ്യാരെ കൂട്ടമണി. ചിത്രത്തിന്റെ അവസാനം സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡും കൊടുത്തിരുന്നു. വലിയ വിജയമായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ തിരക്കഥയൊരുക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ഡയറക്ഷൻ ജോൺ വർഗീസ് തന്നെയായിരിക്കും. ചിത്രം 2025 റിലീസിനെത്തും. അഞ്ചാം പാതിര 2. മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബന്റെ സൈക്കോ ത്രില്ലർ ചിത്രമായിരുന്നു അഞ്ചാം പാതിര. വലിയ ഹൈപ്പില്ലാതെ വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ ചിത്രം വരുന്നതിന് ഈ ഒരു ചിത്രം കാരണമായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. ആറാം പാതിര എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ചിത്രം വൈകാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസിന്റെ ഡയറക്ഷനിൽ ടൊവിനോ തോമസ് നായകനായ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും.
ചിത്രം തിയേറ്ററിൽ ഒരു അവറേജ് വിജയമായിരുന്നു. മറ്റ് ചില ക്ലാഷ് റിലീസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ നേടാൻ ചിത്രത്തിന് പറ്റിയിരുന്നില്ല. ഒരു അവറേജ് അനുഭവമായിരുന്നു ചിത്രം. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് കൂടിയായ ജിനു വി എബ്രഹാമാണ്. മികച്ചൊരു തിരക്കഥയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ചിത്രമായി രണ്ടാം ഭാഗം പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റൺവേ 2 ഉദയകൃഷ്ണ സിബിക്ക തോമസ് കൂട്ടുകെട്ടിൻ്റെ തിരക്കഥയിൽ ജോഷി ഡയറക്റ്റ് ചെയ്ത മാസ് ആക്ഷൻ എൻ്റർടൈനർ ദിലീപ് ചിത്രമാണ് റൺവേ. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള സൂചനകൾ കുറച്ചു കാലങ്ങളായി കേൾക്കുന്നുണ്ട്. വാളയാർ പരമശിവം എന്നായിരിക്കും ചിത്രത്തിൻ്റെ ടൈറ്റിൽ എന്നും പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും വൈകാതെ തന്നെ ചിത്രം സംഭവിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേലം 2 ജോഷി ഡയറക്റ്റ് ചെയ്ത് സുരേഷ് ഗോപിയുടെ മാസ് എൻ്റർടൈനർ ചിത്രമായിരുന്നു ലേലം. ചാക്കോച്ചിയായി സുരേഷ് ഗോപി എത്തിയ ചിത്രത്തിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കരുത്തുറ്റ റോളിൽ സോമനും തിളങ്ങിയിരുന്നു. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ നിതിൻ രഞ്ജി പണിക്കറായിരിക്കും ചിത്രം സംവിധാനം ചെയ്യുക. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. വിക്രമാദിത്യൻ 2 ലാൽ ജോസിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ വിക്രമാദിത്യനിൽ ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. നിവിൻ പോളി ഒരു ഗസ്റ്റ് റോളിലും ചിത്രത്തിലെത്തിയിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ആലോചനയാണെന്ന് ലാൽ ജോസ് തന്നെ സൂചന നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ വിക്രമാദിത്യൻ 2 ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രോമാഞ്ചൻ 2 വളരെ ലോ ഹൈപ്പിൽ വന്ന് തിയേറ്ററിൽ വലിയ വിജയമായ ഹൊറർ കോമഡി ചിത്രമാണ് ജിത്തു മാധവ് ഡയറക്റ്റ് ചെയ്ത രോമാഞ്ചം. ചിത്രത്തിന്റെ അവസാനം രോമാഞ്ചൻ 2വിന്റെ സൂചന നൽകിയിരുന്നു. ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ജിത്തുവിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മികച്ചൊരു തിരക്കഥ ആയതിനു ശേഷം മാത്രമേ രോമാഞ്ചൻ 2 എടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അല്പം വൈകിയാണെങ്കിലും രോമാഞ്ചൻ 2 സംഭവിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്യൂട്ടിഫുൾ 2 അനൂപ് മേനോന്റെ തിരക്കഥയിൽ VK പ്രകാശ് ഡയറക്റ്റ് ചെയ്ത ഫീൽ ഗുഡ് എന്റർടൈനർ ചിത്രമായിരുന്നു ബ്യൂട്ടിഫുൾ. അനൂപ് മേനോൻ, ജയസൂര്യ, മേഘന രാജു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഡയറക്ടർ VK പ്രകാശ് തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈവേ 2 സാബ് ജോണിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം നിർവഹിച്ച് 1995 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഹൈവേ. സുരേഷ് ഗോപി, വിജയരാഘവൻ, ഭാനുപ്രിയ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം വലിയ വിജയവുമായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ അടുത്ത് ജയരാജ് തന്നെ അനൗൺസ് ചെയ്തിരുന്നു. അധികം വൈകാതെ ചിത്രം തിയേറ്ററുകളിലെത്തും. ഓസ്ലർ 2 മിഥുൻ മാനുവൽ തോസ് ഡയറക്റ്റ് ചെയ്ത മെഡിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമായിരുന്നു ഓസ്ലർ. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ജയറാം, ജഗദീഷ്, അനശ്വര തുടങ്ങിയവർക്കൊപ്പം മമ്മൂട്ടിയും ഒരു ഗസ്റ്റ് റോളിൽ ചിത്രത്തിലെത്തിയിരുന്നു. 40 കോടിയോളം കളക്ട് ചെയ്ത ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡും തന്നാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം വൈകാതെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മലൈക്കോട്ടെ വാലിബൻ 2 LJPയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ടൈറ്റിൽ റോളിലെത്തിയ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം പക്ഷേ പ്രതീക്ഷ വിജയം സ്വന്തമാക്കാൻ പറ്റിയില്ല. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോടടുത്ത് രണ്ടാം ഭാഗത്തേക്കുള്ള ലീഡ് തന്നാണ് ചിത്രം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംവിധായകനോട് ചോദിച്ചപ്പോൾ രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും മലൈക്കോട്ടെ വാലിബൻ 2 ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 20 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏത് ചിത്രത്തിനാണ്? എന്തായാലും കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ ഇതിലേതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.